ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠനത്തിൻ്റെ ഈ പങ്ക്തിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന തൻ്റെ അന്ത്യപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് തനിക്ക് വേണ്ടി തന്നെയും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ഈശോ പ്രാർത്ഥിക്കുന്ന വചനഭാഗം, അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയുള്ള വചനഭാഗങ്ങളിലേക്ക് നിങ്ങൾക്കേവർക്കും ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം നൽകുകയാണ്. ക്രിസ്തുവിൻ്റെ സഭ എങ്ങനെയുള്ളതാണ് എന്ന് കർത്താവിന് തൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്, അവൻ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്, സ്വഭാവ പ്രത്യേകതയാണ് മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുന്ന സമൂഹമാകണം സഭ എന്നുള്ളത്. ഈശോ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മൾ 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. കാരണം ഈശോ പിതാവായ ദൈവത്തോട് പറയുന്നത്, എനിക്ക് നീ തന്ന മഹത്വം ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. അത് എൻ്റെ കൂടെയുള്ള എല്ലാവരിലൂടെയും ലോകം മുഴുവനുള്ള സകല വിശ്വാസികളും മനസ്സിലാക്കുകയും ആ മഹത്വത്തിലേക്ക് അവർ പ്രവേശിക്കുകയും വേണം. ആ വചനം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാം തിരുവചനം, പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഈശോ പറയുന്ന വാക്കുകൾ. പിതാവിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പിതാവായ ദൈവത്തോട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, ലോകസ്ഥാപനത്തിന് മുൻപ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കും മുൻപ് എന്നോടുള്ള സ്നേഹത്താൽ അവിടുന്ന് എനിക്ക് മഹത്വം നൽകി. ഈ ലോകമുണ്ടാകുന്നതിന് മുൻപ് തന്നെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപേ പുത്രനായ യേശുവിന് പിതാവായ ദൈവം മഹത്വം നൽകിയെന്നും, ആ മഹത്വം എൻ്റെ കൂടെ ആയിരിക്കുന്നവരും കാണുന്നതിനും അവരിലൂടെ ഈ ലോകത്തിലുള്ള സകല വിശ്വാസികളും മനസ്സിലാക്കുന്നതിനുമായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈശോ ഈ വചനത്തിലൂടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം അവശ്യം അന്ത്യാത്മകമാണ്. ഒരു എസ്കത്തോളജിക്കൽ ഡയമെൻഷൻ ഉണ്ട് ഇതിന്. എസ്കത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് രണ്ടാം വരവിനെക്കുറിച്ചും അവസാന നാളുകളിലെക്കുറിച്ചുമുള്ള ചിന്തകൾ, പഠനങ്ങൾ എന്നൊക്കെയും വിളിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മിശിഹായുടെ മഹത്വം കാണാനും അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരാനും സഭാംഗങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മിശിഹായുടെ സ്നേഹത്തിൽ പങ്കുചേരുന്നവർ മിശിഹായുടെ മഹത്വത്തിലും പങ്കുചേരും എന്ന് മനസ്സിലാക്കുക. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിനക്ക് പങ്കുപറ്റാൻ സാധിക്കുമെങ്കിൽ അതോടൊപ്പം തന്നെയും അവൻ്റെ മഹത്വത്തിലും പങ്കുപറ്റാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു ഞാനും നിങ്ങളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ചാണ് ഈശോയുടെ മഹത്വം പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വമാണെന്നും ഈ മഹത്വമാണ് ഈശോയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് എന്നും യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ പ്രലോഗ് എന്ന് വിളിക്കപ്പെടുന്ന ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ച വചനമാണ് 1:14. എന്ന് പറഞ്ഞാൽ പുത്രത്വത്തിൻ്റെ ഈ മഹത്വത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്നവർക്കും പങ്കുകാരാകാനുള്ള അവസരമുണ്ടാകുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുന്നത്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്കു തന്ന മഹത്വം അവർക്കും അങ്ങ് നൽകണമേ. അപ്രകാരം മഹത്വത്തിലൂടെ മഹത്വീകരിക്കപ്പെട്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മകനും മകളുമായി തുടർന്നും സഭയിൽ ജീവിക്കണമെന്ന് തിരുസഭാ മാതാവ് ആഗ്രഹിക്കുക മാത്രമല്ല, യേശു കർത്താവ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഒരർത്ഥനയായി ഈ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ,
ഈശോയുടെ ഈ മഹത്വത്തിൻ്റെ പൂർണ്ണത ദർശിക്കുവാൻ കഴിയുന്നത് സ്വർഗീയ മഹത്വത്തിലാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗീയ മഹത്വം എന്താണെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ന്റെ 2-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും എന്ന് പറയുന്നതിലൂടെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ മനസ്സ് സ്വർഗീയ മഹത്വത്തിൽ എപ്രകാരമാണ് വെളിപ്പെടുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുന്നുവെന്നത് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കർത്താവിനെ കാണാൻ, അവിടുത്തെ കേൾക്കാൻ, അവിടുത്തെ അനുഭവിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ധ്യാനിക്കാനായൊക്കെ വരുന്നവരോട് ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ധ്യാന ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഈശോയെ നിന്നെ എനിക്ക് കാണണം. എൻ്റെ ചെവികൾ കൊണ്ട് കർത്താവേ നിൻ്റെ സ്വരം എനിക്ക് കേൾക്കണം. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഈശോയെ നിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയണം. ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അവൻ നമ്മോട് സംസാരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അവൻ്റെ സ്നേഹം നിനക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന കാര്യവും അച്ചട്ട. അതുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവികമായ കൃപാവരമാണ് അതുവഴി കടന്നു വരുന്നത്. ഈ പ്രത്യാശയാണ് ദൈവമക്കളെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാൻ സഭാംഗങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എന്ന് 1 യോഹന്നാൻ 3-ന്റെ 3 എഴുതി വച്ചിട്ടുണ്ട്. ഈ പ്രത്യാശ നഷ്ടപ്പെടാത്തവരായി ജീവിക്കണം. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിബന്ധങ്ങൾ അനേകം നമ്മുടെ മുൻപിൽ വലിയ മല പോലെ നിൽക്കുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് നിരാശപ്പെടാതെ ജീവിക്കാൻ പറ്റുക? അച്ഛൻ പ്രത്യാശ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെ സാധിക്കും? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കടന്നുപോയത്. അദ്ദേഹം തീർത്ഥാടകനായിരുന്നു, അത് പ്രത്യാശയുടെ തീർത്ഥാടകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചു. ഈ പ്രത്യാശയിലേക്കുള്ള ഒരു വിളി നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭാംഗങ്ങളെല്ലാവരും ഈ പ്രത്യാശയിൽ പരിശുദ്ധരായി ജീവിച്ച് തൻ്റെ മഹത്വത്തിൽ പങ്കുചേരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ നമ്മളെ ദൈവ മഹത്വത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ദൈവത്തിലുള്ള മഹത്വം ഞാനും നിങ്ങളും സ്വീകരിക്കുമ്പോൾ അതുവഴിയായി നമുക്കെല്ലാവർക്കും ദൈവികമായ കൃപാവരം കൊണ്ട് നിറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മളെ ഐക്യപ്പെടുത്തുന്നത്. ഈ ഐക്യം നമ്മളെ സ്നേഹത്തിലൂടെ പരിശുദ്ധാത്മ സ്വീകരണത്തിലേക്ക് നമ്മളെ നയിക്കും. അത് രക്ഷയിലേക്ക് നമ്മളെ വഴി നടത്തും. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാക്ഷ്യമാണ്. ഞാനും നിങ്ങളും കർത്താവിൽ അടിസ്ഥാനമിട്ട് പരസ്പരം സ്നേഹമുള്ള ഒരു സഭാസമൂഹമായി ജീവിക്കുന്നുവെങ്കിൽ അതൊരു സാക്ഷ്യമാണ്. ഈ ലോകത്തിൻ്റെ മുൻപിൽ കത്തിച്ചു വെച്ച ദീപം പോലെ, ഒരു വിളക്ക് പോലെ അണയാതിരിക്കണം ഞാനും നിങ്ങളൊക്കെ. ഇലക്ട്രിക് ബൾബുകളൊക്കെ പ്രചാരത്തിൽ വന്നു തുടങ്ങുന്ന കാലം വരെയും നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെ മധുബഹായിൽ സക്രാരിയുടെ മുൻപിൽ വെക്കുന്ന വിളക്കിനെ വിശ്വാസികൾ സാധാരണ വിളിച്ചിരുന്നൊരു പേരുണ്ട്. എന്താ? കെടാവിളക്ക്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കെടാവിളക്ക് എന്നാണ് വിളിക്കുന്നത്. ആ വിളക്ക് കെട്ടുപോകുന്നില്ല എന്ന അർത്ഥത്തിലാണ്. കാരണം ആ വിളക്ക് സൂചിപ്പിക്കുന്നത് ഈ സക്രാരിക്കകത്തിരിക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെയാണ്. ആ സാന്നിധ്യം ഇല്ലാണ്ടാകുന്നില്ല എന്നതാണ്. തുടർച്ചയായി എപ്പോഴും ആ സാന്നിധ്യം സക്രാരിയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു കെടാവിളക്ക് സക്രാരിയിലുള്ള ദിവ്യകാരുണ്യത്തിൻ്റെ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ആ കിടാവിളക്ക് പോലെയാകണം ക്രിസ്തീയ ജീവിതത്തിൽ
ദൈവ അരൂപിയിലുള്ള നമ്മുടെ ജീവിതമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും ദൈവവചനം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളുടെ വ്യാഖ്യാനമാണ് പഠിച്ചത്. നമ്മൾ 2-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം ഭാഗം എന്ന് പറയുന്നത് ഈ പഠിച്ച വചനവ്യാഖ്യാനത്തിൻ്റെ വിചിന്തനമാണ്. എന്നോട് വ്യക്തിപരമായി ഈശോ എന്താ പറയുന്നത്? ശാസ്ത്രീയമായ അപഗ്രഥനങ്ങൾക്കൊക്കെ ഉപരിയായി എനിക്ക് വ്യക്തിപരമായി എൻ്റെ ഈശോയെ അനുഭവിച്ചറിയാൻ ഈ വചനഭാഗം എപ്രകാരമാണ് ഉപകരിക്കുന്നത്? അതിനുവേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിൻ്റെ വ്യാഖ്യാനത്തിന് ശേഷം നമ്മൾ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ അരൂപിയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ ക്രിസ്ത്യാനികളായി, ക്രിസ്തു അനുയായികളായി ജീവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അരൂപിയിൽ ജനിച്ച് ജീവിക്കുന്നവരാകണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ അരൂപി പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയാണെന്നും ഈ അരൂപിയിലാണ് നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത് എന്നും വിശുദ്ധ പൗലോസ് ശ്ലീഹ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 15-16 വാക്യങ്ങളിലാണ് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനാൽ ഞാനും നിങ്ങളുമൊക്കെയും ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ മാത്രം ദൈവകൃപയുള്ളവരാകുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ക്രിസ്തീയ പ്രാർത്ഥനകൾ ഈ പിതൃപുത്ര ബന്ധത്തെ വെളിപ്പെടുത്തുന്നവയായിരിക്കണമെന്ന് തിരുസഭാ മാതാവ് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവപിതാവും പുത്രനും തമ്മിലുള്ള ഈ പരസ്പര പൂരകമായ ബന്ധം പോലെയാകണം ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടത്. ഓരോ ക്രൈസ്തവനും ഈശോയുടെ ഈ പ്രാർത്ഥനാ ശൈലിയാണ് സ്വന്തമാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഈശോ വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിലൂടെ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ് എന്നാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനാ ശൈലിയിലാണ് വളരേണ്ടത്. സഭയിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവം ഏൽപ്പിക്കുന്ന ജോലി വിശ്വസ്തയോടുകൂടി പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കണമെന്നാണ് പ്രിയ സഹോദരങ്ങളെ തിരുസഭാ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സാക്ഷ്യം കൊടുക്കാനുള്ള പ്രാർത്ഥനയുടെ ചുവട് പിടിച്ചുകൊണ്ടാകണം. സഭയിലൂടെ ദൈവഹിതം തിരിച്ചറിയണം ഞാനും നിങ്ങളും. ദൈവം ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം, ശുശ്രൂഷകളെല്ലാം വിശ്വസ്തയോടുകൂടെ പൂർത്തിയാക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരാകണമെന്നും തിരുസഭാ മാതാവ് ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം മിശിഹായുടെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ഞാൻ പറയും. നമ്മളൊക്കെ ക്രിസ്തുവാകാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഈശോയുടെ രക്ഷാകരമായ ദൗത്യം തുടരാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. രക്ഷ ഒരു തുടർച്ചയാണ്, ഒരു പ്രോസസ്സാണ്. ഇത് ആരംഭിച്ച് അവസാനിക്കുന്നതല്ല, മറിച്ച് ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഈശോയുടെ പെസഹ അനുഭവത്തിൽ നിന്നും സഹനത്തിലൂടെ മഹത്വത്തിലേക്കുള്ള കടന്നുപോകലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പടുക്കുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. പെസഹ അനുഭവം ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥനയുടെ പിൻബലമുള്ളവർക്കേ പെസഹ അനുഭവം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കുകയുള്ളൂ. സഭയുടെ ലിറ്റർജിക്കൽ പ്രാർത്ഥനകൾ പെസഹ അനുഭവം ജീവിക്കാൻ ഒരുവനെ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനകളാണ് എന്ന് തിരുസഭാ മാതാവ് പഠിപ്പിക്കുന്നുണ്ട്. ലിറ്റർജിക്കൽ പ്രയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന. അത് യാമപ്രാർത്ഥനകളാകാം,
കൗതാശികമായ പ്രാർത്ഥനകളാകാം, ഏതുമായിക്കൊള്ളട്ടെ, അവയെല്ലാം നമ്മളെ നയിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന അനുഭവത്തിലേക്കും അതുവഴിയായി പരസ്പരമുള്ള സഹകരണത്തിലേക്കുമാണ്. അവ ജീവിതബന്ധിയാക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതബന്ധിയായ പ്രാർത്ഥന എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും നമുക്കൊക്കെ പ്രാർത്ഥനകൾക്ക് നിയതമായ രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. ആ പ്രാർത്ഥനകൾ എപ്രകാരമാണ് ഞാൻ അർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ജീവിതബന്ധിയാകണം. ചിലപ്പോഴെങ്കിലുമൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ കുർബാനയിൽ കൂടിയപ്പോൾ പങ്കുപറ്റിയപ്പോൾ എനിക്ക് വലിയ ആത്മീയ അനുഭവം ഉണ്ടായി. അച്ഛൻ വചനം വ്യാഖ്യാനിക്കുന്നത് കേട്ടപ്പോൾ അത് എന്നോടാണ് വ്യക്തിപരമായി സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് ജീവിതബന്ധിയാകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. 9 മുതൽ 19 വരെയുള്ള വചനഭാഗത്തിൻ്റെ വിചിന്തനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം പ്രാർത്ഥന ഒരു വലിയ ശുശ്രൂഷയാണ് എന്നതാണ്. ഈശോ പ്രാർത്ഥിക്കുക. 3 തരത്തിലുള്ള പ്രാർത്ഥനകൾ കാണുന്നുണ്ട് നമ്മളവിടെ. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നത് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൽ പ്രാർത്ഥനയില്ലാതെ മുൻപോട്ട് പോവുക അസാധ്യമാണ്. പ്രാർത്ഥന ഒരു വലിയ ശുശ്രൂഷയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ നാം പങ്കുകാരാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാകണം ഞാനും നിങ്ങളൊക്കെ. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. അതിലൊട്ടും തന്നെയും സ്വാർത്ഥത ഉണ്ടാകില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ നിയോഗങ്ങൾ പറഞ്ഞിട്ടുള്ളവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ, അനേകായിരം പ്രാർത്ഥനാ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് മധ്യസ്ഥ പ്രാർത്ഥനയായി തീരുകയാണ്. സൊദോം ഗൊമോറയിലേക്ക് ശിക്ഷാവിധിക്കായി പോകുന്ന ദൈവം തൻ്റെ പദ്ധതി അബ്രാഹത്തിന് വെളിപ്പെടുത്തുകയും അബ്രാഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തൻ്റെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്യുന്ന സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു മനോഹരമായ ഒരനുഭവമാണ്. മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ സാധിക്കുമെന്നതിൻ്റെ വളരെ കൃത്യതയുള്ള ഒരു സാക്ഷ്യമാണ്, ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. ഞാനിത് പറയാനുള്ള കാരണം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛാ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരികയില്ലല്ലോ, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ അർത്ഥമുള്ളേ? സഹോദര, മനസ്സിലാക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായി ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ സാധിക്കും. അതിന് മനോഹരമായ ഉദാഹരണമാണ് സൊദോം ഗൊമോറയിലേക്ക് ശിക്ഷാവിധി നടപ്പിലാക്കാൻ വേണ്ടി പോകും ദൈവം തൻ്റെ പദ്ധതി അബ്രാഹത്തിന് വെളിപ്പെടുത്തുകയും അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഈ ശിക്ഷാവിധി അവരുടെ മേൽ ഇപ്പോൾ വരുത്തരുത്. എന്താ ചെയ്യുന്നേ? ദൈവം ആ ശിക്ഷാവിധി അവരുടെ മേൽ വരുത്തുന്നതിന് കാലതാമസം വരുത്തി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുക. ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ 23 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ വചനം പറയും, തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. തോമസ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സ്ലീഹന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈശോയെ കണ്ടു. അപ്പോൾ തോമസ് സ്ലീഹ പറഞ്ഞു, എന്താ, നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ 3 വർഷക്കാലം അവൻ്റെ പുറകെ നടന്നവനാണ് ഞാനെങ്കിൽ നിങ്ങളെപ്പോലെ എനിക്കും അവകാശമുണ്ട്. എന്താ അവകാശം? ഉദ്ധിതനായ കർത്താവിനെ കാണാൻ. അവനെ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിർബന്ധ ബുദ്ധിയുള്ള തോമസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, ആവശ്യത്തിന് മുമ്പിൽ ദൈവം വഴങ്ങിക്കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 8 ദിവസങ്ങൾക്കു ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി വാതിലടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ അവൻ പ്രത്യക്ഷപ്പെട്ടത്? തോമസേ, എൻ്റെ അടുക്കിലേക്ക് വരിക, വിരൽ നീട്ടി എൻ്റെ പാർശ്വത്തിൽ നിൻ്റെ കൈവിരൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് ശ്ലീഹായോട് ഈശോ പറഞ്ഞ വാക്കുകളാണിത്. എന്തുകൊണ്ടായത്? കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ തീരുമാനത്തെ തോമസ് ശ്ലീഹായുടെ പ്രാർത്ഥനയിലൂടെ മാറ്റിമറിച്ചു എന്ന് കാണാനാ എനിക്കിഷ്ടം. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ അർത്ഥമുണ്ട് എന്ന് മാത്രമല്ല, ശക്തിയുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മല ഇവിടെ നിന്ന് മാറിപ്പോകുമെന്ന് പറയുമ്പോൾ, ആ മരം മാറിപ്പോകട്ടെ എന്ന് പറയാൻ അടിയോരെ വേരോടെ പിഴുതെറിഞ്ഞ് അത് കടലിലെറിയപ്പെടുമെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ വലിയ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ഇസ്രയേലിന് നേരെയുള്ള കോപത്താൽ ജ്വലിക്കുന്ന ദൈവത്തെ മോശ തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ശാന്തമാക്കുന്നതായി പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം കോപത്താൽ ജ്വലിക്കുന്നുണ്ട് ഇസ്രായേലിന് നേരെ. അവിശ്വാസിയായ ജനം അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവത്തിന് കോപം വന്നു എന്നാണ് വചനം പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ. അപ്പോൾ മോശ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തെ ശാന്തരാക്കുകയാണ്. മനോഹരമായ ഉദാഹരണമാണ് 32-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള പുറപ്പാട് പുസ്തകത്തിലെ വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു നല്ല മാതൃക നമുക്ക് നൽകുന്നുണ്ട്. തൻ്റെ സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥന തനിക്ക് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യാത്ത ഒരു ലേഖനം പോലും പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ ലേഖനത്തിലും ആവർത്തിച്ച് പൗലോസ് ശ്ലീഹ സഭാസമൂഹത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഭാവിഭാഗങ്ങളോട്, വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് മനോഹരമായൊരു ദൃശ്യമല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന് നമ്മുടെ കുർബാനയുടെ സമയത്ത് വൈദികൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് കൈകൾ വിരിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒത്തിരിയേറെ അർത്ഥമുണ്ട്, അതിനൊത്തിരിയേറെ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവപുത്രനും ദൈവപുത്രിയുമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവവുമായുള്ള പിതൃപുത്ര ബന്ധത്തിൽ ഒന്നായിരിക്കുന്ന മനുഷ്യകുലം പാപത്തിൻ്റെ ഫലമായി ചിതറിക്കപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ചിതറിപ്പോയി. എന്നാൽ പാപം ചിതറിക്കപ്പെടലാണെങ്കിൽ രക്ഷ ഒരുമിച്ച് കൂട്ടലാണ് എന്ന് മനസ്സിലാക്കുക. ഈ രക്ഷാകരമായ അനുഭവത്തിലേക്കാണ് തിരുസഭാ മാതാവ് ദൈവവചനത്തിലൂടെ എന്നെയും നിങ്ങളെയും സഹോദര സഹോദരി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാകര അനുഭവത്തിൽ ഒന്നിച്ചു കൂട്ടപ്പെട്ട സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. സഭ മനുഷ്യകുലത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂദാശയാണ് എന്ന് ഞാൻ പറയും. മനുഷ്യകുലത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂദാശയാണ് സഭയെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളും എപ്രകാരമാണോ ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്, അപ്രകാരം തന്നെയും നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. പിതാവായ ദൈവമാണ് മിശിഹായിലൂടെ ഈ ഐക്യം നിലനിർത്തുന്നതും നിലനിർത്തേണ്ടതുമെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ ഐക്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സ്വാർത്ഥപരമായ പ്രലോഭനങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അതേസമയം ഈ ലോകത്തിന് വേണ്ടിയാണ് അവൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. ഈ സഭയുടെ ശുശ്രൂഷ മുഴുവൻ ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. മറ്റ് മതവിശ്വാസികൾക്ക് വേണ്ടി, മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് വേണ്ടി, മറ്റെല്ലാ വ്യക്തികൾക്കും വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കണം.
ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഐക്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സ്വാർത്ഥപരമായ പ്രലോഭനങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്നാൽ അവൾക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ലോകത്തിൻ്റേതാകാതെ ലോകത്തിലായിരുന്നു കൊണ്ട് പാപകരമായ പ്രലോഭനങ്ങളെ ചെറുത്തുനിന്ന് സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിലും ഐക്യത്തിലുമുള്ള നിലനിൽപ്പാണ് സഭയുടെ മുൻപോട്ടുള്ള ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന് പരിശുദ്ധനായ പിതാവിൻ്റെ സംരക്ഷണം ശിഷ്യന്മാർക്ക് ആവശ്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ലിറ്റർജിയിലെ ആരാധനാക്രമത്തിലെ വചന ശുശ്രൂഷയ്ക്ക് നിർണായകമായ പ്രാധാന്യമുണ്ട്. പലപ്പോഴും വചന ശുശ്രൂഷ ഫലപ്രദമായി നിർവഹിക്കാത്തതുകൊണ്ടാണ് കൂദാശ ശുശ്രൂഷ മനുഷ്യനെ വശീകരിക്കാത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എമ്മാവൂസ് സംഭവത്തിൽ ഇത് സൂചിപ്പിക്കപ്പെടുന്നുമുണ്ട്. വചന ശുശ്രൂഷയിലൂടെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ അപ്പം മുറിക്കലിലേക്ക് കടക്കുമ്പോഴാണ് ശിഷ്യന്മാരുടെ കണ്ണുകൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് തുറക്കപ്പെടുന്നതും തൽഫലമായി അവരുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിച്ചതും. ദൈവത്തിൻ്റെ ഹിതമാണ് അവിടുത്തെ വചനത്തിലൂടെ വെളിപ്പെടുന്നത്. ദൈവഹിതാനുസൃതം ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ വിശുദ്ധീകരണത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധി ഒരു ദാനവും ഒരു വിളിയുമാണ് എന്ന് മനസ്സിലാക്കാൻ ഏവർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.